ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. ഇൻസ്റ്റഗ്രാമിലൂടെ പ്രണയത്തിലായ യുവതിയെ വീട്ടിൽ കയറി അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തി എന്നുള്ള ഒരു വാർത്ത. ഈ ഒരു സ്ത്രീ വിവാഹിതയാണ്, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനും ഉണ്ട്. അപ്പൊ ഈ ഒരു സ്ത്രീ ഒരു ഭാര്യയാണ്. അവരെന്നിട്ട് ഇൻസ്റ്റഗ്രാം വഴി ഒരു ആളുമായിട്ട് സ്നേഹത്തിലാവുന്നു, അങ്ങനെ പണം ഇടപാടുകളൊക്കെ നടത്തുന്നു. ഇവരെല്ലാ രീതിയിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എടുത്ത ഫോട്ടോസോ വീഡിയോസോ ഒക്കെ കാണിച്ചിട്ട് ഇൻസ്റ്റഗ്രാം വഴി പരിചയത്തിലായ ആള് ഈ ഒരു പെൺകുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, അയാളുടെ കൂടെ ചെല്ലണമെന്നൊക്കെ പറയുന്നു. അങ്ങനെ മൊത്തത്തിലെ പ്രശ്നം. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഈ ഒരു സ്ത്രീയെ കുറിച്ച് തന്നെയാണ് കേട്ടോ. കാരണം ഈ ഒരു സ്ത്രീ ഇവരെന്തുകൊണ്ട് ചിന്തിച്ചില്ല? ഇവരൊരു ഭാര്യയാണ്, അതിലുപരി ഒരു കുഞ്ഞിന്റെ അമ്മയാണ്. അങ്ങനെയുള്ള ഇവർ എന്തിനാ ഇൻസ്റ്റഗ്രാം വഴി പ്രണയിക്കാൻ പോയി? അപ്പൊ ഇവർക്കൊക്കെ ഇത് തന്നെ കിട്ടണം. എന്തായാലും ആ ഒരു പ്രതിയെ ഈ ഒരു സംഭവം ചെയ്തിട്ട് ഇയാള് മുങ്ങിയിരുന്നു. എന്തായാലും അയാളെ ഇന്ന് കോട്ടയത്ത് നിന്ന് പിടിച്ചിട്ടുണ്ട്. എന്തായാലും അതിന്റെ ഒരു ന്യൂസ് കണ്ടിട്ട് വരാം. തിരുവനന്തപുരം കഠിനംകുളത്ത് ആതിരയെ കുത്തിക്കൊന്ന കേസിലെ പ്രതിയായ ജോൺസനെ പോലീസ് കോട്ടയത്ത് നിന്ന് പിടികൂടി. വിഷം കഴിച്ചതായി ജോൺസൺ പറഞ്ഞതിനെ തുടർന്ന് ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇൻസ്റ്റഗ്രാമിലൂടെ ആതിരയുമായി സൗഹൃദത്തിലായ ജോൺസൺ ഇവരിൽ നിന്ന് പണവും തട്ടിയിരുന്നു. ഒപ്പം വരാത്തതുകൊണ്ടാണ് കൊലയെന്നാണ് പോലീസിന്റെ നിഗമനം. ആതിര കൊല്ലപ്പെട്ട് 3ാം ദിവസമാണ് സുഹൃത്തായ ജോൺസനെ പിടികൂടുന്നത്. ചിങ്ങവനത്തെ ഒരു ഹോം സ്റ്റേയിൽ നിന്നാണ് ജോൺസനെ പിടിച്ചത്. ഈ ഹോം സ്റ്റേയിൽ നേരത്തെ ജോലി ചെയ്യുന്ന ജോൺസൺ സാധനങ്ങൾ എടുക്കാനാണ് ഇന്ന് എത്തിയത്. വിഷം കഴിച്ചതായി ജോൺസൺ തന്നെയാണ് പോലീസിനോട് പറഞ്ഞത്. ഉടൻ പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പ്രതിയുടെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളില്ലെന്നാണ് പോലീസ് പറയുന്നത്. ചൊവ്വാഴ്ച രാവിലെ 10:30യോടെയാണ് ആതിരയെ വീട്ടിനുള്ളിൽ കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ ഒരു വാർത്ത കണ്ടല്ലോ അല്ലെ? എന്തായാലും ആ ഒരു പ്രതി ഇത്രയും വലിയൊരു ക്രൂരകൃത്യം ചെയ്തിട്ട് ആ ഒരു സ്ത്രീയെ അവരുടെ വീട്ടിൽ കയറി ഈ ഇത്രമാത്രം ക്രൂരതയിൽ കൊലപ്പെടുത്തിയതിനു ശേഷം കടന്നു കളഞ്ഞിരുന്നു. എന്തായാലും അയാളെ ഇന്ന് കോട്ടയത്ത് നിന്ന് പിടിച്ചു. കാരണം പുള്ളി ഒരു ഹോം നേഴ്സ് ആയിട്ട് കോട്ടയത്ത് ഒരു വീട്ടില് ജോലി ചെയ്യുകയായിരുന്നു. എന്തായാലും അവിടെ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പൊ ഇയാള് ആ ഒരു സമയം കൊണ്ട് തന്നെ എലിവേഷൻ എടുത്ത് കഴിച്ചു. ഇപ്പം നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. എന്തായാലും ഇവനെയൊക്കെ സമ്മതിക്കണം. ഇവൻ ആദ്യം ഒന്ന് കല്യാണം കഴിച്ച് അതിൽ 3 മക്കളും ഉള്ളതാണ്. എന്നിട്ട് ആ ഒരു ഭാര്യയായിട്ട് പിണങ്ങി മാറിയതാണ്. അതിനുശേഷമാണ് ഈ ഇൻസ്റ്റഗ്രാമിലൂടെ ഒക്കെ ഇതുപോലെ റീൽസും കാര്യങ്ങളൊക്കെ ഇട്ട് ഈ ഒരു സ്ത്രീയുമായിട്ട് അടുപ്പത്തിലാവുന്നത്. ആതിര എന്നാണ് ഈ ഒരു സ്ത്രീയുടെ പേര്. അതായത് ഇപ്പൊ ഈ മരണപ്പെട്ട ആ ഒരു സ്ത്രീയുടെ പേര് ആതിര എന്നാണ്. അവർക്കൊരു ഭർത്താവുണ്ട്. അയാള് അവിടെ ഒരു അടുത്തൊരു അമ്പലത്തിൽ ശാന്തിയാണ്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനും ഉണ്ട്. ഒരു സന്തുഷ്ട കുടുംബം, സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ളതിന് അത് പറ്റത്തില്ല. വേറൊരാളുമായിട്ട് പ്രണയത്തിലാകണം. അതിന് ഇതുപോലുള്ള ചതിയന്മാരുടെ വരയിൽ ചെന്ന് വീഴും. എന്നിട്ട് എല്ലാ രീതിയിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ കുറെ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കും. പിന്നെ ലാസ്റ്റ് ഈ ഫോട്ടോസ് കാണിച്ച് ഭീഷണിപ്പെടുത്തി കുറെ അധികം പൈസ ഈ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ഇയാൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 1-1.5 ലക്ഷത്തോളം രൂപ ഈ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ഇയാൾ വാങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. അവസാനം അയാളുടെ കൂടെ ചെല്ലണം എന്ന് പറഞ്ഞു. അതായത് ഈ ഭർത്താവിനെയും മോനെയും ഉപേക്ഷിച്ചിട്ട് അയാളുടെ കൂടെ ജീവിക്കാൻ ചെല്ലണമെന്ന് പറഞ്ഞു. അതിനായ ആ സ്ത്രീ തയ്യാറായില്ല. അതിന്റെ ആ ഒരു ദേഷ്യത്തില് അവരുടെ വീട്ടിൽ കയറി കൊന്നിട്ട് പോയി. ഇതിലിപ്പോ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഈ പെണ്ണിന് കൊടുക്കണം, ആ പെണ്ണിന് അത് അർഹതപ്പെട്ടതാണ്. കാരണം സ്വന്തം ഭർത്താവിനെയും ചതിച്ചിട്ട് അല്ലെ സ്വന്തം കുഞ്ഞിനോട് പോലും ഒരു ആത്മാർത്ഥത ഇല്ലാതെ വേറൊരുത്തിൻ്റെ കൂടെ ഇഷ്ടം കൂടാൻ പോയിട്ടല്ലേ അവർക്ക് ഇത് സംഭവിച്ചത്. അവർക്ക് ഇത് വിധിക്കപ്പെട്ടത് തന്നെയാണ്. നമ്മളിങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതില് ഈ കുറ്റക്കാരായിട്ടുള്ളവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ കുറ്റം തന്നെ ഈ സ്ത്രീയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു സ്ത്രീ വിവാഹിതയാണ്, ഒരു കുഞ്ഞുണ്ട്. അങ്ങനെ ഒരു സ്ത്രീ എന്തുകൊണ്ട് ഇതുപോലെ ഒരാളുമായിട്ട് പ്രണയബന്ധത്തിലായി? അപ്പൊ അവർക്ക് അവരുടെ ഭർത്താവ് മതിയാകില്ലായിരുന്നു, അവർക്ക് വേറെ ബന്ധം വേണമായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ശിക്ഷ തന്നെ അവർക്ക് കിട്ടണം. ഇതിലിപ്പോ കുറെ സഹതാപം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. ഇതിലിപ്പോ നഷ്ടപ്പെട്ടത് ആ കുഞ്ഞിന് അതിന്റെ അമ്മയെ നഷ്ടപ്പെട്ടു. അത് ആര് കാരണം നഷ്ടപ്പെട്ടു? ആ പെണ്ണിന്റെ കയ്യിലിരിപ്പ് മോശമായിട്ട് നഷ്ടപ്പെട്ടു. എന്തായാലും ഇപ്പോ ഇയാൾക്ക് ഓൾറെഡി അയാൾക്ക് ആദ്യം ഭാര്യ ഉണ്ടായിരുന്നു. അതിന് 3 മക്കളുള്ള ഒരുത്തനാണ്. അവരെ ഉപേക്ഷിച്ചിട്ടാണ് ഇവൻ ഈ ഒരു വേണ്ടാധീനം കാണിച്ചത്. എന്തായാലും ഏകദേശം 1 വർഷത്തോളമായി ആതിരയായിട്ട് ഇയാള് ബന്ധവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട്. പലപ്പോഴും ഇയാള് ഇവര് തമ്മിൽ കാണാറുണ്ടായിരുന്നു. ഇവര് തമ്മിൽ എല്ലാ രീതിയിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ ഫോട്ടോസോ എന്തൊക്കെയോ നഗ്ന വീഡിയോസോ ഒക്കെ ഇയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അതൊക്കെ കാണിച്ച് ഈ ഒരു ആതിര എന്ന് പറയുന്ന സ്ത്രീയെ ഭീഷണിപ്പെടുത്തി എന്റെ കൂടെ വരണം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ആ ഒരു ഫോട്ടോസ് ഒക്കെ കാണിച്ച് കുറെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇവരുടെ കയ്യിൽ നിന്ന് കുറെ പൈസയൊക്കെ ഇയാൾ തട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് അയാളുടെ കൂടെ ചെല്ലണമെന്ന് പറഞ്ഞു. അതിന് ആ പെണ്ണ് തയ്യാറായില്ല. അപ്പൊ അവക്ക് ഇത് തന്നെ വേണം. നമ്മളൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? ഒരു പഴഞ്ചൊല്ലില്ലേ, വേലിയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് വെച്ചെന്ന് പറയില്ല. ആ ഒരു അവസ്ഥ തന്നെ ആ ഒരു പെൺകുട്ടിക്ക് വന്ന്. എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും ദയവേദി ഇതുപോലുള്ള ഓരോ മാരണങ്ങളുടെ കുരുക്കിൽ പോയി പെടാതിരിക്കുക. കാരണം ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണെങ്കിലും ഇതുപോലുള്ള ഒരുപാട്
സൈക്കോകളുണ്ട്, ഒരുപാട് ഞരമ്പന്മാരുണ്ട്. കാരണം ഏത് രീതിയിൽ പെണ്ണുങ്ങളെ വലവീശി പിടിക്കുക, അത് കല്യാണം കഴിച്ചതെന്നോ ഭാര്യയെന്നോ കിളവിയെന്നോ കുട്ടികളോ ഒന്നോ ഇല്ല, ഏതെങ്കിലും ഒരു പെണ്ണിനെ ഏതെങ്കിലും രീതിയിൽ വലവീശി പിടിക്കുക, എന്നിട്ട് അവരുമായിട്ട് സ്നേഹബന്ധത്തിലാകുക, പ്രണയബന്ധത്തിലാകുക, പിന്നെ എല്ലാ രീതിയിലുള്ള ബന്ധത്തിലാകും. പിന്നെ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണിച്ച് ഭീഷണിപ്പെടുത്തി പൈസ തട്ടുക. ഇത് തന്നെയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എത്ര അനുഭവം ഉണ്ടായിട്ട് ഒരു പെണ്ണുങ്ങളും പഠിക്കുന്നില്ലല്ലോ എന്നാണ് നമ്മൾ ഓർക്കുന്നത്. ഇതിപ്പോ ഈ ഒരു സ്ത്രീയുടെ കാര്യത്തിൽ 30 വയസ്സേ ഉള്ളൂ ഇവർക്ക്. ആതിര എന്നാ പറയുന്നത്, എന്നേലും ഇളയതാണ്. ആ ഒരു പെണ്ണ് എന്ത് കാര്യത്തിന് ഇങ്ങനെയുള്ളവന്മാരുടെയൊക്കെ കൂടെ പ്രണയത്തിന് പോയത്? അപ്പൊ അവക്ക് ഇത് തന്നെ കിട്ടണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവക്ക് അത് തന്നെ വേണമെന്നേ പറയത്തുള്ളൂ. അവള് ചതിക്കാൻ പോയിട്ടല്ലേ, സ്വന്തം ഭർത്താവിനെയും കുഞ്ഞിനെയും ചതിച്ചിട്ടല്ലേ അവനുമായിട്ട് അവള് ഈ ഒരു രീതിയിൽ ബന്ധത്തിൽ ഏർപ്പെട്ടത്. അപ്പൊ അവക്ക് ഇത് തന്നെ കിട്ടണം. എന്തായാലും അവന്റെ കാര്യം പോക്കാണ്. കാരണം അവൻ എലിവിഷമൊക്കെ തിന്നിട്ടാണ്, എന്തായാലും അവനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ എലിവിഷം തിന്നിട്ടും അവൻ ചത്തിട്ടൊന്നുമില്ല, അവന് വലിയ കുഴപ്പവും കാര്യങ്ങളും ഒന്നുമില്ല. എന്തായാലും ഇനിയിപ്പോ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്ത് ചെയ്യാനാ, അവനെ കുറെ നാള് ജയിലിലിടും, കുറച്ചു നാൾ കഴിയുമ്പോൾ അവൻ പുറത്തിറങ്ങും. ഇതൊക്കെ തന്നെ എല്ലാ കാര്യത്തിനും സംഭവിക്കുന്നു, അല്ലാതെ വലിയ പുതുമയൊന്നുമില്ല. നമ്മുടെ നിയമവ്യവസ്ഥയാണ് ഇവിടെ മാറേണ്ടത്. നിയമവ്യവസ്ഥ മാറത്തൊന്നുമില്ല. എത്ര വലിയ കൊടും കുറ്റവാളിയാണേലും കുറെ നാള് ജയിലിൽ കൊണ്ട് എന്താ പറയാ തീറ്റി പോറ്റി അങ്ങ് വളർത്തും, അത്രേ ഉള്ളൂ. അല്ലാതെ എന്ത് സംഭവിക്കാൻ.